ചോറ്റുപാത്രങ്ങളിൽ ഇപ്പോഴും പട്ടിണി മാത്രം വിളമ്പുന്ന പതിനായിരങ്ങളുള്ള ഇന്ത്യയിൽ ₹1 കൊണ്ട് എന്തൊക്കെ വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ശതകോടീശ്വരന്മാർക്ക് ₹1 നാണയത്തിൽ ഏക്കർ കണക്കിന് ഭൂമി കിട്ടുന്ന ഇന്ത്യയിൽ കൂരയില്ലാതെ തെരുവിലുറങ്ങുന്നത് പതിനായിരങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീതി നിഷേധത്തിന്റെ ബുൾഡോസർ രാജിൽ തകർത്തത് 1.5 ലക്ഷം വീടുകൾ. വീട്ടുചുമരിന്റെ സുരക്ഷയിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് തെരുവിന്റെ മൂലയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് 7.5 ലക്ഷം കുടുംബങ്ങൾ. ഒരു രാജ്യവും ആ രാജ്യത്തെ ഭരണകൂടവും എങ്ങനെ ആയിക്കൂടാ എന്നതിന് ഉദാഹരണങ്ങൾ നിരത്തുന്നതാണ് നരേന്ദ്രമോദിയും സംഘപരിവാരവും അനുദിനം രാജ്യത്തെ സാധാരണക്കാരോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ. ഇങ്ങനെയൊരു രാജ്യത്ത് നിന്നുകൊണ്ട് 60,000 കുടുംബങ്ങൾക്ക്, അതായത് ഏകദേശം 3 ലക്ഷം മനുഷ്യർക്ക് അഭിമാന ബോധം വളർത്താൻ നാം എന്തു ചെയ്യേണ്ടി വരും? കേരളം ആ ചോദ്യത്തിനൊരു ഉത്തരം നൽകുന്നുണ്ട്. അനുദിനം ജനവിരുദ്ധമാകുന്ന ഇന്ത്യയിൽ മാനവികതയുടെ മഹാമാതൃകകൾ തുടരെ ഉയർത്തുന്നൊരു മണ്ണ് എന്റെയും നിങ്ങളുടെയും കേരളമാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 4.5 പതിറ്റാണ്ടിലേറെയായി അപരബോധത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ അന്തിയുറങ്ങേണ്ടി വന്ന മനുഷ്യർക്ക് സ്വന്തമെന്ന ബോധം എത്ര വിലപ്പെട്ടതായിരിക്കും? 1977 മുതൽ വനഭൂമിയിൽ കുടിയേറി ആവശ്യമായ രേഖകളില്ലാതെ താമസിക്കുന്ന 60,000 കുടുംബങ്ങളെ മണ്ണിന്റെ ഉടമകളാക്കുന്ന നിർണായക നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായിരിക്കുന്നു. റവന്യൂ, വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയ 60,000 കുടുംബങ്ങൾക്ക് കേന്ദ്ര അനുമതി ലഭിച്ചാലുടൻ ഭൂമി വിതരണം ചെയ്യും. 3.5 പതിറ്റാണ്ടിലേറെയായി സംയുക്ത പരിശോധന സാധ്യമല്ലാതിരുന്ന വനമേഖലയിൽ പരിശോധന സാധ്യമാക്കിയത് കേന്ദ്രവുമായി കേരളം നടത്തിയ നിരന്തര ചർച്ചകൾക്ക് ശേഷമാണ്. സ്വന്തം ജനതയെ ആട്ടിയകറ്റുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഓരോ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഇടതുപക്ഷമാണ് മറുപടി.